ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മോർണിങ്ങിനുള്ള ഒരു വീഡിയോസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം രാവിലെ ഇതാ എണീറ്റു, ചായക്ക് വെള്ളമൊക്കെ വെച്ചു. ചായക്ക് വെള്ളം വെച്ചത് കറണ്ട് അടുപ്പിലാണ് കേട്ടോ. കറണ്ട് അടുപ്പിൽ ചായയൊക്കെ വെച്ച് അങ്ങനെ ഇതാ ചായ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ പാല് ഞാൻ ചായ ഒക്കെ ആയതിന് ശേഷം പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ ഒഴിച്ചത്. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കാച്ചി വെച്ച പാലാണ് കേട്ടോ. ഞാൻ ആദ്യം പാല് കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു എന്തായാലും നല്ല ചൂടൊക്കെ വിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കാച്ചിയതായതുകൊണ്ട് ഞാൻ പിന്നെ തിളപ്പിച്ചില്ല. അപ്പോൾ അങ്ങനെ ഇതാ ചായയൊക്കെ ആയി. ഇനിയിപ്പോൾ ധനി ബേബി എണീറ്റിട്ടുണ്ട്. അമ്മയും അവളും കൂടി ഇതാ പല്ല് തേക്കേണ്ട ഒരു തത്രപ്പാടിലാണ് ഇനിയിപ്പോൾ രണ്ടുപേരും കൂടി. അപ്പോൾ അങ്ങനെ ഇതാ വെയിലുദിച്ച് വരുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ആള്. അപ്പോൾ അതാ തറവാട്ടത്തെ അമ്മ ഇതാ അവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ആളവിടെ പല്ല് വയ്ക്കുന്നുണ്ട് എന്നോ പറയുകയാണ് ആള്. അപ്പം അങ്ങനെ ഇതാ ഒരു 7 മണിയൊക്കെ ആയ ടൈമിലാട്ടോ വെയിലൊക്കെ ഇതാ ഉദിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വെയിൽ ഉദിക്കുമ്പോൾ നേരെ വരും നമ്മുടെ സിറ്റൗട്ടേക്ക്. അപ്പോൾ ഇവിടെ കുറച്ചിങ്ങനെ ചെടികളും പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നല്ല വണ്ണം അങ്ങോട്ട് ഇല്ല കേട്ടോ വെയിൽ അങ്ങോട്ട് സിറ്റൗട്ടിലേക്ക്. അപ്പം അങ്ങനെ ഇതാ അമ്മയും കുട്ടിയും പല്ല് തേക്കേണ്ട തിരക്കിലാണ് കേട്ടോ. അപ്പം ചോറൊക്കെ ഇതാ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അമ്മ കുടിക്കാനുള്ള വെള്ളം ഒരടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് അമൃതം പൊടിയും കൊണ്ട് ഉതിർപ്പുട്ടുണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പം അങ്ങനെ ഇതാ അമ്മ ഞാൻ എണീറ്റപ്പോഴത്തേനും അമ്മ ഉതിർപ്പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുന്നു കേട്ടോ, തേങ്ങയൊക്കെ ചിരവിട്ട് ആവിയിൽ. അപ്പം അങ്ങനെ ഇതാ ചായയൊക്കെ വെച്ച് ഇറക്കി. ധോനി ബേബി ഇതാ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തറവാട്ടത്തെ മേമ അതാ പല്ല് തേക്കണു. ഞാനും അതിൻ്റെ കൂട്ടത്തിൽ ഞാനും പോയിരുന്നു പല്ല് തേച്ചു. ഇനി പല്ല് തേച്ചതിന് ശേഷം വേണം ഇനി ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് വേണം ധോനി ബേബിക്ക് കോറ അരയ്ക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പണിയുണ്ട്, അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ട്. അപ്പോൾ അമ്മ ഇനി പോകുമ്പോഴത്തേന് ചോറൊക്കെ ആവണ്ടേ. അപ്പം ഇന്ന് രാവിലെ മാങ്ങാപ്പുളി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം മാങ്ങ വേവിച്ചിട്ട് നമുക്ക് സാധാ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് കടുകും കറിവേപ്പിലൊക്കെ താളിക്കാലാന്നൊക്കെ വിചാരിച്ചു. ചെറിയ കറിയായി. അപ്പം ഇന്നിപ്പോൾ ധോനി ബേബിക്ക് പോളി എടുക്കാൻ പോകേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു തന്ത്രപ്പാടിലാണ്. പെട്ടെന്ന് ഇനി പണിയൊക്കെ ഒരുക്കണം. പണി വേറെ പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ അവളെ കുളിപ്പിക്കണം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ കേട്ടോ. പോകുമ്പോഴത്തേന് കഴിക്കാൻ കൊടുക്കണം. അതാ തറവാട്ടിൽ കനാലിൽ വെള്ളം വിട്ടുകൊണ്ടേ അവിടെ മുറ്റത്തൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചാല് പോലെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് ഉമ്പു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റ അത് കാണാൻ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെരുപ്പിട്ടിട്ട് വായോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ തറവാട്ടിലെ അമ്മ. അങ്ങനെ ഇതാ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞു, അവളുടെ ഉമ്പു കാണലൊക്കെ കഴിഞ്ഞതാ വന്നിട്ട് അമ്മമ്മയും കുട്ടിയും കൂടി ഇതാ പുട്ടും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായ കുടിക്കണതിൻ്റെ ഇടയിൽ ഇതാ പുറത്തേക്കും പോവും. അങ്ങനെ പുറത്തു പോയി വന്ന് ഒരു ഉക്ക് കഴിക്കും. അങ്ങനെയൊക്കെയാണ് അവളുടെ കഴിക്കൽ. അതും ഒരുപാടൊന്നും കഴിക്കില്ല കേട്ടോ. അങ്ങനെ ഒരു നുള്ളൊക്കെ എടുത്തിട്ടേ കഴിക്കുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇതാ ഞാനും വന്ന് ഇതാ ചായ കുടിക്കാൻ കേട്ടോ. ഞാൻ സിറ്റൗട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് വൈബ് അടിച്ചിട്ട് ഇങ്ങനെ കേട്ടോ അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയുണ്ട് കേട്ടോ. അവളും ഇടയ്ക്ക് വന്നിട്ട് അവളും ഓരോ തോണ്ടലൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ കുളിക്കാൻ പോയിരിക്കുകയാണ്. അമ്മ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഈ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അമ്മ പോകുമ്പോഴത്തേനും എനിക്ക് എന്തായാലും ഇനി കുറച്ച് അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ നമ്മൾ കുളിച്ച ഡ്രസ്സുകൾ തന്നെ അതൊക്കെ ഒന്ന് അലക്കിയിടണം. അപ്പോൾ അമ്മ പോകുമ്പോഴത്തേനും വേണം അത് അലക്കിയിടാൻ. ഇനിയിപ്പോൾ അമ്മ പോയാൽ ഇനിയിപ്പോൾ അവളവിടെ തനിച്ചാക്കിയിട്ട് അലക്കാൻ പോകണ്ടേ. അപ്പോൾ ഇനി അപ്പോഴത്തേനും എന്തായാലും ഒന്ന് വൈകും. അപ്പം നമ്മൾ വൈകിയാലും കുഴപ്പമില്ല. ഇനി പൊളിയൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും കുറച്ച് വൈകിയാലും കുഴപ്പമില്ലല്ലോ അലക്കാനും. ചിലപ്പോൾ ഇനി ഇവള് സമ്മതിച്ചിട്ടില്ലെങ്കിലോ, ഇഞ്ചക്ഷനൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ഇതാ ഞാനും കുട്ടിയും കൂടി ഇതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചായ കുടിച്ചിട്ട് വേണം ഇനി അലക്കാൻ വേണ്ടി പോവാൻ. അപ്പോൾ അങ്ങനെ ഇതാ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ വീഡിയോസാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കൂടെ കൂട്ടാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തണം കേട്ടോ, ബെല്ലൈക്കണ്. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, നമ്മൾ ഇടുന്ന വീഡിയോസൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കാണുക. സമയം കിട്ടുമ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ എന്തായാലും മറക്കരുത്. കാരണം നിങ്ങളുടെ മെസ്സേജുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്. വീണ്ടും നമുക്ക് നാളെയും വീഡിയോ ഇടണം എന്നുള്ളൊരു നമുക്കൊരു ടെൻഡൻസി വരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ മെസ്സേജുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞാറ്റതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന് അവളെ കുളിപ്പിച്ച് കഴിക്കാൻ കൊടുക്കണം. അപ്പോഴത്തേന് ഏട്ടൻ വന്നു കേട്ടോ, രേഷേട്ടൻ വന്നു. അപ്പോൾ അങ്ങനെ ഇതാ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടതാ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാഞ്ഞിരപ്പുഴ പോയിട്ടാണ് കേട്ടോ പോളി എടുക്കണത്.
അപ്പോൾ കാഞ്ഞിരപ്പുഴയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കനാലില്ലേ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കയറുന്നിടത്ത് തന്നെ ആ കനാൽ റോഡിന് തന്നെ ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ അത് ആ കനാലിൽ നല്ല വെള്ളമുണ്ട്. അപ്പോൾ മല സൈഡൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കുഞ്ഞാറ്റെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, അമ്മ അങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ പോളിയൊക്കെ എടുക്കാനെത്തി, പോളിയൊക്കെ എടുത്തു. അങ്ങനെ കരഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ വെച്ച് അങ്ങനെ കരഞ്ഞ് മയങ്ങി കേട്ടോ ആള്. അങ്ങനെ ഉറങ്ങിയ ആള് കേട്ടോ. അങ്ങനെ ഭയങ്കര വിഷമം കേട്ടോ, നല്ല വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ടേ. അപ്പം അങ്ങനെ ഇതാ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് 2-3 എന്താ പറയുക പൊറാട്ടയൊക്കെ ചായക്കടയൊക്കെ കയറിയിട്ട് മേടിച്ചു കേട്ടോ. അപ്പം അങ്ങനെ അതും മേടിച്ച് അങ്ങനെ ഞങ്ങൾ ചിരക്കപ്പടി വഴിയാണ് കേട്ടോ വന്നത്. അങ്ങനെ ചിരക്കപ്പടി വഴി വന്ന് അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ എന്തായാലും ഏട്ടനെ ഇനിയിപ്പോൾ എന്തായാലും ഇനി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ അപ്പം നേട്ടൻ പൊറാട്ട മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൊറാട്ട മേടിച്ചു. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലൊക്കെ എത്തി ഇതാ ധോനി ബേബി ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ടേക്ക് എന്താണ് കാലിൻ്റെ അവസ്ഥ എന്നറിയില്ല കേട്ടോ. കാലിന് വേദന ഉണ്ടാവും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നടത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നടത്തിക്കണം. അങ്ങനെ ഇതാ ചായയൊക്കെ വെച്ചു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഇതാ രാജേഷേട്ടൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എന്ന് പറയണത് കുഞ്ഞ് വീഡിയോസാണ്. ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓരോരുത്തരുടെയും മെസ്സേജ് എന്തായാലും പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോങ് വീഡിയോ ഒന്നും എടുക്കാനൊന്നും ഒരുപാട് ടൈം കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധോനി ബേബി ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ബഹളം പറഞ്ഞാൽ അവിടെ നിന്ന് വന്നതിന് ശേഷം കുറച്ച് നേരമൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഭയങ്കര ബഹളം പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. കാരണം അവൾക്ക് കാല് നല്ല വേദന ഉണ്ട് കേട്ടോ. ഉറങ്ങാനൊക്കെ മടിയായിരുന്നു പാവം, വേദന കൊണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളോട് യാത്ര പറഞ്ഞ ഏട്ടനും പോയി കേട്ടോ. അപ്പോൾ നിങ്ങളോട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.